സത്യത്തിൽ രാമായണം എന്ന ഇതിഹാസത്തിലെ ബുദ്ധിജീവി ആരാണ്? എൻ്റെ ഉത്തരം മന്ദര എന്നാണ്. ചിന്തകളുടെ ഭാരത്താൽ നടുവുകൂനി, സൂക്ഷ്മമായി കണ്ടുകണ്ട് കാഴ്ച നശിച്ചവൾ, അറിവിൻ്റെ പ്രാരാബ്ധങ്ങൾ മുഖത്ത് ചുളിവുകൾ വീഴ്ത്തി. രാമായണം അവളെ ദുഷ്ട സ്ത്രീയാക്കി മാറ്റി. രാമായണത്തിന് കാരണക്കാരിയായ കൈകേയിയുടെ ദാസി മന്ദരയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. രാമന്റെ വിധി എഴുതിയ ദാസിയുടെ കഥ. ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് മന്ദര. മുതുകിൽ കൂനുള്ള ഒരു സ്ത്രീയായിട്ടാണ് മന്ദരയെ രാമായണം ചിത്രീകരിച്ചിരിക്കുന്നത്. രാമന്റെ ജീവിതത്തിലെ യഥാർത്ഥ വില്ലൻ രാവണനോ ബാലിയോ ഒന്നുമായിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ മന്ദരയാണ്. പോരിനിറങ്ങാതെ രാമനെ നേരിട്ട സ്ത്രീ, രാമായണത്തിലെ വഴിത്തിരിവായ കഥാപാത്രം. രാമന്റെ വിവാഹം കഴിഞ്ഞതോടെ മൂത്ത പുത്രനായ രാമനെ തന്നെ അയോധ്യയുടെ രാജാവായി തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു ദശരഥൻ. രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അയോധ്യയിലെ കൊട്ടാരവും പ്രജകളും. എന്നാൽ അപ്പോഴാണ് കൈകേയിയുടെ ഭൃത്യയായ മന്ദര രാമന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. രാജാക്കന്മാരുടെ വലിയ തീരുമാനങ്ങളെ മാറ്റാൻ കഴിവുള്ള എന്തായിരുന്നു അവൾക്കുണ്ടായിരുന്നത്? മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേവലം അശക്തയായ ഒരു സ്ത്രീയാണ് നാരായണന്റെ അവതാരമായ രാമന്റെ ജീവിതത്തെ വഴിതിരിച്ചുവിട്ടത്. കൈകേയിയോട് ദശരഥന്റെ നീക്കത്തെക്കുറിച്ച് സൂചന നൽകി രംഗം വഷളാക്കിയത് മന്ദരയാണ്. ഇത്തരം മന്ദരമാരെ നിങ്ങൾക്ക് ജീവിതത്തിൽ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. നിസ്തുലയായ ദാസിയായി, ഒരു തോഴിയായി, സർവോപരി വളർത്തമ്മയായി മന്ദര കൈകേയിക്ക് മുന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കൈകേയിയുടെ ഏതു ചോദ്യത്തിനും യുക്തിയുക്തമായി മന്ദര മറുപടി കൊടുത്തു. യഥാവസരം ശാസിക്കാനും മന്ദര മറന്നില്ല. കൈകേയിയുടെ സന്തോഷം മാത്രമേ മന്ദരയുടെ മനസ്സ് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മന്ദരയുടെ പ്രവൃത്തികളെല്ലാം തന്നെ ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു. അത്രനാളും രാമനെ മകനായി സ്നേഹിച്ച കൈകേയിയുടെ മനസ്സിലേക്ക് വിദ്വേഷത്തിന്റെ വിത്തിട്ടുകൊടുത്ത മന്ദര സമയാസമയം ആ വിത്ത് മുളപ്പിക്കാൻ ആവശ്യമായ വെള്ളവും വളവും നൽകി സംരക്ഷിച്ചു. അതോടെ കൈകേയിയുടെ മനസ്സ് മാറി. ഒടുവിൽ ആ കടും കൈക്ക് കൈകേയി മുതിർന്നു. ആ കഥ പറയാം. രാമായണം എന്ന ഇന്ത്യൻ ഇതിഹാസ കാവ്യത്തിലെ പ്രധാന കഥാപാത്രമാണ് കൈകേയി. അയോധ്യയുടെ മഹാരാജാവ് ദശരഥന്റെ രണ്ടാമത്തെ ഭാര്യ. മൂത്തവൾ കൗസല്യയും ഇളയവൾ സുമിത്രയുമാണ്. എന്നാൽ ദശരഥന് ഏറെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു കൈകേയി. ഒരിക്കൽ എതിരാളികളുമായുണ്ടായ ഒരു യുദ്ധത്തിൽ തന്റെ ജീവൻ രക്ഷിച്ചതിന് ദശരഥൻ കൈകേയിക്ക് 2 വരങ്ങൾ നൽകി. ആ വരങ്ങൾ ആവശ്യമുള്ളപ്പോൾ ആവശ്യപ്പെട്ടോളാനും ദശരഥൻ കൈകേയിയെ അനുവദിച്ചു. ഇവിടെയാണ് രാമായണത്തിലെ വഴിത്തിരിവ് ഒളിച്ചിരിക്കുന്നത്. കൈകേയിയും സുമിത്രയും കൗസല്യയും 3 സഹോദരിമാരെ പോലെ സന്തോഷത്തോടെയാണ് അവിടെ കഴിഞ്ഞത്. കൈകേയിയുടെ ജന്മദേശം കേകേയ രാജ്യമാണ്. അവിടെ നിന്നും കൈകേയിക്കൊപ്പം വന്നവളാണ് മന്ദര. കൈകേയിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭൃത്യ. പൊന്നും പണവും ഒക്കെ ഉണ്ടായിട്ടും ദശരഥന്റെ ദുഃഖം തനിക്ക് ശേഷം അയോധ്യ നാഥനില്ലാതായി തീരുമെന്നതായിരുന്നു. പുത്രന്മാരില്ലാത്ത ദശരഥന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതായി. ഒടുവിൽ പുത്രന്മാർക്കായി അദ്ദേഹം ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി. അതോടെയാണ് അയോധ്യാപുരിയിൽ 4 ആൺകുട്ടികൾ ജനിച്ചത്. മൂത്തവൻ രാമൻ, രണ്ടാമത്തവൻ ഭരതൻ, ഇളയവൻ ലക്ഷ്മണനും ശത്രുഘ്നനും. അയോധ്യയുടെ സുവർണകാലമായിരുന്നു അത്. 4 പേരും വളർന്ന് വലുതായി, വിവാഹിതരായി. അങ്ങനെയാണ് രാജഭാരം മൂത്ത മകൻ രാമനെ ഏൽപ്പിക്കാൻ പിതാവ് ദശരഥൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് മേലെയാണ് മന്ദരയുടെ നാവ് പ്രവർത്തിച്ചത്. ഒരിക്കൽ ശത്രുക്കളുമായി ഉണ്ടായ ഒരു യുദ്ധത്തിൽ തന്റെ ജീവൻ രക്ഷിച്ചതിന് ദശരഥൻ കൈകേയിക്ക് നൽകിയ 2 വരങ്ങൾ ഉപയോഗിക്കേണ്ട ഘട്ടം ഇതാണെന്നായിരുന്നു മന്ദരയുടെ ഉപദേശം. രാമൻ രാജാവാകുന്നതോടെ കൈകേയിക്കും മകൻ ഭരതനും രാജ്യത്ത് ഒരു അവകാശവും ഇല്ലാതാകും എന്നായിരുന്നു മന്ദര നൽകിയ ഉപദേശം. കൗസല്യയ്ക്ക് രാജമാതാ പദവി ലഭിക്കും, കൈകേയിക്കാകട്ടെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ പദവി സ്വന്തമാക്കാൻ ഭരതൻ രാജ്യം ഭരിക്കണമെന്ന് മന്ദര കൈകേയിയോട് പറഞ്ഞു. മന്ദരയുടെ ഉപദേശങ്ങൾ കേട്ട് പണ്ട് തനിക്ക് തന്ന 2 വരങ്ങളെക്കുറിച്ച് കൈകേയി ദശരഥനെ ഓർമ്മിപ്പിച്ചു. ഭരതനെ അയോധ്യയുടെ രാജാവാക്കണമെന്നും രാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണമെന്നുമായിരുന്നു കൈകേയിയുടെ ആവശ്യം. കൈകേയിയുടെ ആവശ്യം കേട്ട് ഞെട്ടിത്തരിച്ച ദശരഥൻ ഭരതനെ രാജാവാക്കാം, രാമനെ കാട്ടിലയക്കാൻ പറയരുതേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. എന്നാൽ കൈകേയി അതിന് തയ്യാറായതേയില്ല. വരം നൽകിയത് സംഭവ്യമാക്കണമെന്ന് അവൾ വാശി പിടിച്ചു. പിതാവിന്റെ വാക്ക് പാലിക്കപ്പെടാൻ ശ്രീരാമൻ സ്വയം വനവാസം തന്നെ തിരഞ്ഞെടുത്തു. രാമനൊപ്പം പത്നിയായ സീതയും അനുജലായ ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെട്ടു. പിന്നീടാണ് രാമന്റെയും സീതയുടെയും വിധി മാറി മറിഞ്ഞത്. മറ്റൊരു കഥയിൽ ഇന്ദ്രൻ കൈകേയിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതെന്നും പറയുന്നുണ്ട്. രാമൻ വനവാസം അനുഷ്ഠിച്ചാലേ രാവണനെ രാമൻ കണ്ടുമുട്ടുകയുള്ളൂ എന്നും കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നുമായിരുന്നു ഇന്ദ്രന്റെ കണക്കുകൂട്ടൽ. ഏതോ ദുർദേവതയുടെ വിളയാട്ടത്തിന് നിന്നുകൊടുക്കേണ്ടി വന്ന കബ്ജയായ ആ സ്ത്രീയുടെ മനസ്സ് ഒരു കുടുംബത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ശാപകഥയായല്ലോ.
മന്ദരയുടെ ചിത്തവൃത്തിയുടെ അനന്തരഫലം എന്തായിരുന്നു? രാമചന്ദ്ര മഹാരാജാവ് രാജശൂന്യനായി. എന്നാൽ മന്ദരയില്ലെങ്കിൽ രാമായണ കഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന സത്യം അവശേഷിക്കുന്നുണ്ട്. അതാണ് അവളെ രാമായണത്തിന്റെ സൃഷ്ടാവാക്കി മാറ്റുന്നത്. രാജതന്ത്രത്തിന്റെ നിഗൂഢമായ ഗണിതങ്ങൾ എന്നും തകർക്കപ്പെട്ടു. മന്ദര കേവലം ഒരു സ്ത്രീയല്ല, അത് ഒരു ആശയമാണ്. ഇന്നും രാഷ്ട്രവ്യവഹാരത്തിന്റെ കാണാമറയത്ത് നിന്ന് ചരട് വലിക്കുന്ന പ്രതിഭാസമാണ് മന്ദര. പക്ഷേ ഇന്നത്തെ മന്ദരമാർക്ക് രാമായണത്തിലെ മന്ദരയെ പോലെ ആത്മാർത്ഥതയോ നീതിബോധമോ ഇല്ല എന്ന് മാത്രം. നിങ്ങൾക്ക് മന്ദരയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തൂ. ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.